കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ എം.എൽ. അശ്വിനി ബി.ജെ.പി. സ്ഥാനാർത്ഥി. ആകാംക്ഷയ്ക്കും ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ടാണ് കാസർഗോഡ് എം.എൽ. അശ്വിനിയുടെ സർപ്രൈസ് എൻട്രിയുണ്ടായത്. വിജയം ഉറപ്പാണെന്നും ഭൂരിപക്ഷം കൂട്ടുവാനാണ് ശ്രമിക്കുകയെന്നും എം.എൽ. അശ്വിനി KCN ന്യൂസിനോട് പറഞ്ഞു. പ്രചരണത്തിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുമെന്നും ചോദ്യത്തിന് മറുപടിയായി എം.എൽ. അശ്വിനി പറഞ്ഞു. കാത്തിരിപ്പിന് വിരാമം കുറിച്ചിരിക്കുകയാണ്. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി എം.എൽ. അശ്വിനിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിവ് തെളിയിച്ച സ്ഥാനാർത്ഥിയാണ് എം.എൽ. അശ്വിനി. അന്ന് നടത്തിയ കരുത്തുറ്റ പ്രകടനവും ഒപ്പം മികച്ച സംഘാടകയെന്ന പേരുമാണ് എം.എൽ. അശ്വിനിക്ക് തുണയായത്. വിജയപ്രതീക്ഷ പങ്കുവെക്കുവാൻ എം.എൽ. അശ്വിനി നമ്മോടൊപ്പം ചേരുന്നു. മഞ്ചേശ്വരംകാരിയാണ്. അപ്പോൾ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് വിജയപ്രതീക്ഷ? എങ്ങനെയാണ്? ഞാൻ മഞ്ചേശ്വരക്കാരിയായെങ്കിലും ഞാൻ ഒരു കാസർഗോഡ് ജില്ലാ അധ്യക്ഷ, അതേപോലെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ തന്നെ 5 വർഷം കൊണ്ട് പൊതുപ്രവർത്തകയായിട്ട് ഫുൾ ടൈം ആയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടുള്ളത്. അപ്പോൾ ഓരോരോ വീട്ടിലും അശ്വിനി ആരാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് നന്നായിട്ട് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അശ്വിനി ഇവിടെ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നിരന്തരമായിട്ടാണ് ഞാൻ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമിൽ പോകുന്നുണ്ട്. ഏത് വീട്ടിൽ വിളിച്ചെങ്കിലും ഞാൻ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഒരു വീടിന്റെ ഒരു അംഗത്വമായിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. അപ്പോൾ വിജയപ്രതീക്ഷയുടെ അപ്പുറത്ത് ഞാൻ ഭൂരിപക്ഷം എത്ര കൂട്ടണം എന്നാണ് ഞാനിപ്പോ കൗണ്ട് ആക്കിക്കൊണ്ടുള്ളത്. തീർച്ചയായിട്ടും കാസർഗോഡ് ജനങ്ങൾ ഈ പ്രാവശ്യം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ തിരഞ്ഞെടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ബിക്കോസ് ദ പീപ്പിൾ ഓഫ് ദ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യുവൻസി ദേ നോ മീ പേഴ്സണലി. വർഷങ്ങളായി മുസ്ലിം ലീഗ് കൈയടക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് നിയോജക മണ്ഡലം. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ആശങ്കകൾ? തീർച്ചയായിട്ടും ഇവിടെ കാസർഗോഡ് ഫോർമേഷൻ ആയ ശേഷം കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ മുസ്ലിം ലീഗാണ് ഇവിടെ MLA മാരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ടും നിരന്തരമായിട്ട് MLA ആയിട്ടും അതേപോലെ കേന്ദ്രത്തിലും പിന്നെ സ്റ്റേറ്റിലും പോലും അവരെ ഗവൺമെന്റ് ഉണ്ടായുമ്പോൾ ഇവിടെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നമ്മൾ നരേന്ദ്രമോദി സർക്കാർ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഡെവലപ്മെന്റ്സ് ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലുതും പറഞ്ഞെങ്കിൽ നാഷണൽ ഹൈവേ ആണ്. ഇവിടെ നമുക്കൊരു MLA പോലും ഇല്ല നമുക്ക്. എന്നാലും കേന്ദ്ര സർക്കാരും നമുക്ക് അതിന്റെ ക്രെഡിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു MLA മാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡെവലപ്മെന്റ്സിന്റെ എന്താണ് വേഗം വരും എന്ന് ജനങ്ങൾക്ക് തിരിച്ച് അറിയാൻ പറ്റുന്ന ഒരു രീതിക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ജനങ്ങൾ വോട്ട് നൽകും. ജനങ്ങളോട്, കാസർഗോട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞെങ്കിൽ ഡെവലപ്മെന്റ് ആണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് ഇനി എത്ര കാലമായിട്ടാണ് ഈ പഴയ കാസർഗോഡ് നോക്കിക്കൊണ്ട് നൽകുന്നത്? നമുക്കൊരു പുതിയ മാറ്റങ്ങൾ വേണ്ടേ? അപ്പോൾ പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ട്, പുതിയ യുഗത്തിന് വേണ്ടിയിട്ട് പുതിയ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടും നിങ്ങൾ ഒരു അവസരം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പൊതുവെ കാസർഗോഡ് മണ്ഡലത്തിൽ ഈ വനിതകൾ മത്സരിക്കുന്നത് കുറവാണ്. അപ്പോൾ താങ്കൾ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ നോക്കുക? കാസർഗോഡ് മണ്ഡലത്തിൽ ഇത് ആദ്യമായിട്ടല്ല വനിത മത്സരിക്കുന്നത്. എന്റെ കാൽ മുമ്പ് ജയലക്ഷ്മി ഭട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു മത്സരമാണ് അത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വനിതയോ അല്ലെങ്കിൽ മെന്നോ എന്ന് പറയുന്ന ഡിഫറൻസ് അല്ല. ബിക്കോസ് വനിതയ്ക്ക് കറുത്തുകൂടി കൂടുതലാണ്. ബിക്കോസ് വിമൻ എന്തെങ്കിലും നമ്മൾ സാധന ചെയ്യണമെന്ന് ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വർക്കുകൾ അതേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. കാസർഗോഡ് ജനതയ്ക്ക് കഴിഞ്ഞ 1.5-2 കൊല്ലമായിട്ട് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ BJP ജില്ലാ പ്രസിഡന്റ് ആയിട്ട് വന്ന ശേഷം നിരവധി വിഷയങ്ങളിൽ ഇടപെട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നുള്ളത്. അപ്പൊ അത് ഈ പ്രാവശ്യം ഈ ഇലക്ഷനിൽ കൂടി എനിക്ക് നല്ല പോസിറ്റീവായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊക്കെ നേതാക്കൾ കാസർഗോഡേക്ക് പ്രചരണത്തിനായി വരും? പ്രധാനമന്ത്രി അടക്കം എത്താനുള്ള ഒരു സാധ്യത? എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ബിക്കോസ് ഞാൻ ആഗ്രഹിക്കുന്നതാണ് പ്രധാനമന്ത്രി ഇവിടെ വരണം എന്ന്. അപ്പൊ ഈ മെസ്സേജ് അങ്ങോട്ട് എത്തണം, പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. അവസാനമായ ഒരു ചോദ്യം, എന്താണ് നിങ്ങളുടെ BJPയുടെ മുദ്രാവാക്യം? എന്താണ് ഇത്തവണത്തെ? ഡെവലപ്മെന്റ് ആണ് നമ്മുടെ മുദ്രാവാക്യം. അതല്ലാണ്ട് മതിയായി MLA മാർ നമുക്ക് വേണം വികസനം, നമുക്ക് വേണം സംരക്ഷണം. സോ ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. സോ വി നീഡ് ഡെവലപ്മെന്റ് ഫോർ ദ കാസർഗോഡ് അസംബ്ലി ഓൾസോ.
എന്തായാലും വിജയപ്രതീക്ഷ മികച്ചൊരു വിജയപ്രതീക്ഷയാണ് ML അശ്വിനി പങ്കുവയ്ക്കുന്നത്. കൂടുതൽ ഭൂരിപക്ഷം നേടുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ML അശ്വിനി വ്യക്തമാക്കുന്നത്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ പ്രചരണത്തിനായി എത്തുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.